ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. നഗരസഭാ ഭരണത്തിനെതിരെ പ്രത്യക്ഷ സമരവുമായി കോൺഗ്രസ്. നഗരസഭയ്ക്ക് ലഭിച്ച വികസന ഫണ്ട് ഉൾപ്പെടെ 100 കോടി രൂപയോളം ഭരണസ്തംഭനവും കെടുകാര്യസ്ഥതയും മൂലം പാഴാക്കിയെന്നും ഇടതു ഭരണത്തിന്റെ 10ാം വാർഷികമായ ഡിസംബർ 21-ന് നഗരസഭയ്ക്ക് മുൻപിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭ ഇടതു ഭരണം 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നഗരസഭാ ഭരണത്തിൽ അഴിമതി വ്യാപകമായെന്നും നഗരസഭയ്ക്ക് ലഭിച്ച വികസന ഫണ്ട് ഉൾപ്പെടെ 100 കോടി രൂപയോളം ഭരണസ്തംഭനവും കെടുകാര്യസ്ഥതയും മൂലം പാഴാക്കിയെന്നും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആരോപിച്ചു. നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റ് റിപ്പയർ, കുടിവെള്ള വിതരണം, കോവിഡ് പ്രതിരോധം, പ്രളയ ഫണ്ട് വിനിയോഗം തുടങ്ങി എല്ലാ കാര്യത്തിലും കൃത്യമായ രേഖകളില്ല. അഡ്വാൻസ് നൽകിയ ലക്ഷക്കണക്കിന് രൂപയുടെ കണക്കില്ല. നഗരസഭയ്ക്ക് ലഭിക്കേണ്ട 3 കോടിയിലധികം നികുതിപ്പണം ഭരണകർത്താക്കളുടെ നോട്ടക്കുറവ് മൂലം നഷ്ടപ്പെട്ടു. നഗരസഭാ കെട്ടിടങ്ങൾ ബിനാമി പേരിൽ ടെൻഡർ നൽകി കരാറുകാർ മേൽ വാടകയ്ക്ക് നൽകി ലക്ഷങ്ങൾ തട്ടുകയാണ്. നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ 9 വർഷത്തേത് ഇടതു ഭരണത്തിനെതിരായ കുറ്റപത്രം കൂടിയാണ്. നഗരസഭയായതിനു ശേഷം എടുത്തു പറയാവുന്ന ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നും കെ അജിത് കുമാർ പറഞ്ഞു. മുൻകാലങ്ങളിൽ ഗ്രാമപഞ്ചായത്തുകളിൽ പൂർത്തിയാക്കിയ നിരവധി പദ്ധതികൾ അവഗണിച്ച് നോക്കുകുത്തിയാക്കി. വളരെ പ്രതീക്ഷയോടെ രൂപീകരിച്ച വടക്കാഞ്ചേരി നഗരസഭയെ തകർത്ത് തരിപ്പണമാക്കിയ ഇടത് ഭരണത്തിനെതിരെ 10ാം വാർഷിക ദിനമായ ഡിസംബർ 21 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഡിസംബർ 21-ന് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ കെ അജിത് കുമാർ, വൈസ് ചെയർമാൻ SA ആസാദ്, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ, CH ഹാരിഷ് എന്നിവർ അറിയിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ ഇടതുപക്ഷ ഭരണം 10ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭ രൂപീകൃതമായ അന്ന് തൊട്ട് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഈ 10 വർഷം വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള അല്ലെങ്കിൽ നഗരസഭയായി വന്നതിന് ശേഷം ഒരു നഗരസഭ എന്നുള്ള രീതിയിൽ വളർത്തുന്നതിനാവശ്യമായ ഒരു പ്രവർത്തനവും വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നിട്ടില്ല. അപ്പോൾ അതിനെതിരെ ശക്തമായി ഇപ്പോൾ 10 വർഷം നിരവധി സമയങ്ങളിൽ ഞങ്ങളിതൊക്കെ കൗൺസിലിലും പുറത്ത് മാധ്യമപ്രവർത്തകരോടും പരാതി കൊടുക്കേണ്ടടുത്തുമൊക്കെ നിരവധി തവണ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതിനാൽ ഈ വരുന്ന 21-ാം തീയതി നഗരസഭയുടെ 10 വർഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് നഗരസഭയ്ക്ക് ഈ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അഴിമതിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഇനി നഗരസഭാ തെരഞ്ഞെടുപ്പ് വരെ നടത്താൻ വടക്കാഞ്ചേരി നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി 21-ന് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തുകയാണ്. 10ാം വാർഷിക ദിനത്തിൽ 10 വർഷത്തേക്ക് കടക്കുന്ന ഡിസംബർ 21-ന് നഗരസഭയിലേക്കൊരു വലിയ ജനകീയ മാർച്ച് നടത്തിക്കൊണ്ട് അതിശക്തമായി ഞങ്ങൾ ഈ നഗരസഭയുടെ ഉത്തരവാദിത്തക്കുറവിനെതിരെ, അഴിമതിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. VCV ന്യൂസ്, വടക്കാഞ്ചേരി.